ഇടുക്കിയിലെ ചിന്നക്കനാലിൽ മാരിയുടെ ജീവനെടുത്ത കാട്ടാനക്കൂട്ടം ആശങ്ക സൃഷ്ടിച്ച് ജനവാസ മേഖലയിൽ തുടരുകയാണ്. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പ വാഹനങ്ങളും കൃഷിയും നിരന്തരം നശിപ്പിക്കുന്നു. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാന വീണ്ടും എത്തിയിരിക്കുന്നത്. അരുവിക്കാട് എസ്റ്റേറ്റിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്നും നാട്ടുകാർ പറയുന്നു. രാഹുൽ സുരേഷ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഒരു മരണം അതിന്റെ നടുക്കത്തിൽ നിന്ന് ആ നാട് വിട്ടുപോയിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ നോക്കി നെടുവീർപ്പിടുകയല്ലാതെ ആ മനുഷ്യർക്ക് ഒരു വഴിയുമില്ല. പകൽ പുറത്തിറങ്ങാൻ പറ്റില്ല, രാത്രി സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല. ഇതെന്തൊരു അവസ്ഥയാണ് ഇത്! ഈ വകുപ്പടക്കം അത്രത്തോളം അതീവ ഗൗരവതരമായി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഇടുക്കി ചിന്നക്കനാലിലെ ജനങ്ങൾ അത്രത്തോളം ആശങ്കയിലല്ലേ രാഹുൽ? റോഷ്നി, സാധാരണ വേനൽക്കാലത്ത് കാടിനുള്ളിൽ തീറ്റയും വെള്ളവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ വന്യമൃഗങ്ങൾ അത് തേടി ജനവാസ മേഖലയിൽ എത്തുന്നത് എന്നാണ് സാധാരണ പറയാറ്. പക്ഷേ ഇപ്പോൾ ജൂൺ മാസമായിരിക്കുന്നു, അതിശക്തമായ മഴയുണ്ട്, കാട്ടിലാണെങ്കിൽ ആവശ്യത്തിന് തീറ്റയും വെള്ളവും ഒക്കെയുണ്ട്. എന്നിട്ടും ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തുടരുകയാണ്. അപ്പോൾ അതിനൊരു കാരണം ഉറപ്പാണ്. ഈ തീറ്റയും വെള്ളവും ഒന്നുമല്ല യഥാർത്ഥ കാരണം. മറ്റെന്തൊക്കെയാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാരണം യഥാർത്ഥമായി കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുകയാണ് വനം വകുപ്പ് ചെയ്യേണ്ടത്. റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ ഏതാനും ദിവസം മുമ്പാണ് ഈ ചിന്നക്കനാലിൽ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ആളുകളുള്ളത്. ആ സംഭവം നടന്ന് ഏതാണ്ട് 2-3 ദിവസം പിന്നിടുമ്പോഴും അതേ അക്രമകാരിയായ കാട്ടാനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലാവുന്നത്. ഈ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല എന്ന് പറയുന്നത് പകൽ സമയത്ത് പോലും കോടമഞ്ഞുള്ളൊരു പ്രദേശം കൂടിയാണ്. തൊട്ട് മുന്നിൽ കാട്ടാന നിന്നാൽ പോലും തിരിച്ചറിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾക്ക് ജോലി എടുക്കാതെ ഉപജീവന മാർഗം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയേ പറ്റൂ. പക്ഷേ അപ്പോഴും ഈ വന്യമൃഗങ്ങളെ പേടിച്ചല്ലാതെ മുന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്നാണ് അവിടെ എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, ഈ മൂന്നാറിലെ ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ എന്ന കാട്ടാനയാണ്. കഴിഞ്ഞ 1 മാസമായി കല്ലാറിലെ വേസ്റ്റ് പ്ലാന്റിന് സമീപമായിരുന്നു ഈ കാട്ടാനയുള്ളത്. പക്ഷേ 2-3 ആഴ്ചയായി ഇതിപ്പോൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. ആളുകൾക്ക് നേരെ അക്രമം നടത്തിയില്ലെങ്കിലും ഉപജീവന മാർഗമായിട്ടുള്ള വാഹനങ്ങൾ തകർക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏത് നിമിഷവും മനുഷ്യർക്ക് നേരെയും ഒരു അക്രമം ഈ കാട്ടാനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല ഈ മൃഗങ്ങളെയും പേടിക്കാതെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും അടിയന്തരമായി നടപടി വേണം എന്നാണ് പറയേണ്ട കാര്യം. ഓരോ തവണയും ഈ കാട്ടാനയുടെ ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ശല്യം ഉണ്ടാകുമ്പോഴും മന്ത്രിമാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും പറയും ഉറപ്പായും പരിഹാരം ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ ആ ഉറപ്പ് പാഴ്വാക്കായി പോകുന്നതല്ല. കൃത്യമായ നടപടി ഒരു കാര്യത്തിലും ഉണ്ടാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അത് കൃത്യമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 1-2 ജീവനുകൾ അടുപ്പിച്ച് ജില്ലയിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. ചിന്നക്കനാലിൽ മാത്രം ഇത്രയും അധികം കാലത്തിനിടയിൽ 47 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനിയൊരു ജീവൻ തകരാതിരിക്കണമെങ്കിൽ, ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി ഇനിയെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. റോഷ്നി, രാഹുൽ സുരേഷാണ് ചിന്നക്കനാലിലെ അവസ്ഥ വിവരിച്ചത്.